ഫ്രണ്ട്സ്, സ്വന്തങ്ങളെ, വെൽക്കം ടു പൊളി ഫാമിലി ചാനൽ. ഞങ്ങൾ രാവിലെ തന്നെ ഇൻട്രൊഡക്ഷൻ എടുക്കാൻ പറ്റിയില്ല. ഒരു ലോങ് ഡ്രൈവാണ്. ഞങ്ങൾ 3 ആളുള്ളൂ. ഒരാൾ മിസ്സിംഗ് ആണ്. ആ മിസ്സിംഗ് ഞങ്ങൾ നികത്താൻ വേണ്ടി പോവാണ്. ഞങ്ങൾ പാലക്കാട് ടു ആലപ്പുഴ ചേട്ടൻ. പക്ഷേ ഇതിലെന്തൊരു വ്യത്യാസം വെച്ചാൽ കല്യാണത്തിന് ശേഷം അമ്മയും അച്ഛനും ആദ്യമായിട്ടാണ് ആലപ്പുഴ. പിന്നെ അവിടെ സ്റ്റേ ചെയ്തിട്ടില്ല. എൻ്റെ വൈഫ് ഹൗസ് പോയിട്ട് ചുറ്റിക്കാണാൻ 2 പേർക്കും പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം പോയിട്ട് ഞങ്ങൾ 2 ദിവസം എൻജോയ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ വീഡിയോ ആണ് ഞങ്ങൾ ഈ വീഡിയോ ബ്ലോഗിൽ കാണിക്കാൻ പോയത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് വീക്ക് അവള് 7 മാസത്തെ പ്രസവത്തിന് പോയതാണ്. നമ്മുടെ നാട്ടിലൊരു ചടങ്ങുണ്ടല്ലോ, പ്രസവത്തിന് കൊണ്ടുപോകുകയാണ്. അത് കഴിഞ്ഞ ആഴ്ച പോയി. ഈ ആഴ്ച ഞങ്ങൾ കാണാൻ പോകണം. വയറ് കാണലെന്നൊരു ചടങ്ങുണ്ട്. അതിൽ തനിയെ പോകും. ഇപ്പൊ ഞങ്ങളുടെ കൂടെ കുഞ്ചാപ്പിയില്ല, മിനി പ്രദീപ്, അവരൊന്നും ഇല്ല. അവരൊക്കെ ചെന്നൈയിലുള്ളത്. അവരുടെ കൂടെ ഒന്ന് പോണം. ഇനി ഒരേ യാത്രകൾ തന്നെ, ടെൻഷൻ, ഒരേ ഉത്തരവാദിത്തങ്ങള് തന്നെ. അപ്പൊ അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. വിശേഷങ്ങളാണ് ഞാൻ കാണിച്ചു തരാം. മൂവാറ്റുപുഴ കഴിഞ്ഞ് കോട്ടയത്തേക്ക് പൈനാപ്പിൾ ജ്യൂസ് കുടിക്കാൻ പോകണം. ഇത് അവിടെ ഇവിടുത്തെ സ്പെഷ്യലാണ്. എങ്ങനെയുണ്ട് ഫ്രഷ് പൈനാപ്പിൾ ജ്യൂസ്? ഇതാണ് കൂത്താട്ടുകുളം പൈനാപ്പിൾ. സൂപ്പറായില്ലേ അല്ലേ? ഇവിടെ സ്പെഷ്യൽ. കോട്ടയം വന്നു കഴിഞ്ഞാൽ പൈനാപ്പിൾ സ്പെഷ്യലാണ്. അമ്മ എന്താ വാങ്ങിക്കൊണ്ടുവരണം മരുമകൾക്ക് പോണ വഴിക്ക്? ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ. കൂത്താട്ടുകുളം വാഴക്കുളം പൈനാപ്പിളാണ് ഫേമസ്. നമ്മുടെ പാലക്കാടൊക്കെ ഉണ്ടാവും ഇതിൻ്റെ പോസ്റ്ററൊക്കെ വെച്ചിട്ട്. അപ്പൊ നേരെ ഇനി 1 മണിക്കൂറും കൂടി ഉള്ളു. എന്താ പരിപാടി? അമ്മ മീൻ വെട്ടു രാവിലെ തന്നെ. കാരി, ഫ്രഷ് കാരിയാണ്. ഫ്രഷ് കാരി. ഇവര് 2 പേരും കൂടെ കൊലപാതകം നടത്തിയിരിക്കുകയാണ്. അതന്നെ. ജീവനുള്ള മീനിന്റെ കഴുത്ത് എന്താ മക്കളെ പ്രകൃതി ഭംഗി എന്ന് പറഞ്ഞ ഇതാണ്. കായലിന്റെ ഓരത്ത് നമ്മുടെ വണ്ടി നിൽക്കുന്ന സ്റ്റൈല് നോക്ക്. നാളെ പോകണ്ടാണ് തിരിച്ച്. മഞ്ച അത് വീഴും. കുഞ്ഞാ എഗെയിൻ നമ്മൾ ഈ പ്ലേസിലേക്ക് വന്നിരിക്കണം. അത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അച്ഛനും അമ്മേനെയും കാണിക്കാൻ വേണ്ടി വന്നിരിക്കുക. അവർക്ക് എന്താ ഒരു സന്തോഷം അറിയാം അവർക്ക്. നീ മഴ നനയണ്ട. പ്രകൃതി ഭംഗി പറഞ്ഞാ എന്റെ പൊന്നെ. പാലക്കാട് ഈസ് ഓൾസോ ഗുഡ്. പാലക്കാട് ഗുഡാണ്. പക്ഷെ മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ഇൻ പാലക്കാട് ബെസ്റ്റ് ആണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്ക് പാലക്കാട് ആലപ്പുഴ. ശരിക്കും ചുമ്മാ എത്ര നേരമാണെങ്കിലും ഇവിടെ ഇങ്ങനെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാം. നമുക്ക് നല്ല കാറ്റ്, മഴ ചാറുന്നുണ്ട്, തൊട്ടപ്പുറത്തും ഇപ്പുറത്തും വെള്ളം, ഒരു ചായക്കട, ചുറ്റും ചൂട്. പറയട്ടെ രണ്ട് സൈഡും വെള്ളം, മഴ, ചൂട് ചായ, മഴ, പഴംപൊരി, നടുവിലൊരു കട, ചൂട് ചായ, പഴംപൊരി. അപ്പൊ ജോൺസൺ മാഷിന്റെ പാട്ട് ആരും കൊണ്ടുവരും. പിന്നെ എന്താ വേണ്ടി നിനക്ക്? മുണുങ്ങ് ചൂടുള്ളിവട. സംഭവം സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നു ഞങ്ങൾ ആർത്തിയിൽ കഴിച്ചു തീർത്തപ്പോൾ ഫ്രൂട്ട് ചെയ്യാൻ മറന്നുപോയി. എന്താണ് പ്രകൃതി ഭംഗി ആസ്വദിച്ചിട്ട് ഇവിടെ തന്നെ ഇരിക്കാന്നുണ്ടാ? ഒരു ചായ കടി കഴിച്ചു. സൂര്യാസ്തമയം അവിടെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ആലപ്പുഴ ട്രിപ്പിന്റെ അവസാന ലാപ്പിലേക്ക് കിടക്കുകയാണ്. വീട്ടിൽ മൊത്തം പണിയായിരുന്നു. 2 ദിവസമായിട്ട് ചെറിയ കാര്യങ്ങൾ ചെയ്തു തീർക്കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കുറച്ചു നേരമൊക്കെ ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച് പിന്നെ വെറൈറ്റി ഫിഷുകളുടെ മീനുകളുടെ തല്ലാണ്. അത്
അതൊക്കെ ഇതാ ഫിഷ് മേക്കർ ഇവിടെ നിൽക്കണം. ഇതാണ് പണി. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ ഈ 4 മണിക്കാറ്റ് പറഞ്ഞ കടയിലേക്ക് ഇറങ്ങിയാണ്. അത് കഴിഞ്ഞു പോവാൻ തോന്നുന്നേ ഇല്ല. അതാ നിങ്ങൾ കണ്ടറിയാ, ഇത് അത്ര ഭംഗിയാണ്, നല്ല കാറ്റും. കുട്ടനാടിന്റെ പ്രകൃതി ഭംഗി. എനിക്ക് പണ്ടേ ഒരു കുട്ടനാടൻ പെണ്ണിനെ കല്യാണം കഴിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അപ്പൊ ഇനിവേ നാളെ രാവിലെ ഞങ്ങൾ പുറപ്പെട്ട് തിരിച്ചു പോകുന്നതാണ്. 5 മണിക്ക് പോകും. 5 മണിക്ക് രാവിലെ പുലർച്ചെ 5 മണിക്ക് പോണെന്ന് വിചാരിക്കുന്നുണ്ട്. ശരി സ്വന്തങ്ങളെ, ഇനിയുള്ള വിശേഷം ഇവിടെ ഒരാൾക്ക് ഇതാണ് നമ്മുടെ വിശേഷങ്ങള്. അതിന്റെ ഓരോ അപ്ഡേഷനും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പൊ ഇനി ഞങ്ങൾ അടുത്ത പ്രാവശ്യം വരുന്നത് വയറ് കാണൽ ചടങ്ങ് എന്നൊന്നുണ്ട്. ഇപ്പോഴൊന്നും ഞങ്ങൾ വയറ് കാണാറില്ല. അപ്പൊ വന്നിട്ട് വയറ് ഇപ്പൊ ഞാൻ നേരിട്ട് വരുമ്പോ കണ്ണടച്ചോണ്ടിരിക്കുകയാണ്, വയറിനി കാണണ്ടാവുണ്ട്. ഇനി അടുത്ത മാസം വീണ്ടും ഒരു എൻട്രി ഉണ്ടാവും. വീണ്ടും എൻട്രി, ആ എൻട്രി ആയിരിക്കും അടുത്ത വീഡിയോ ഉണ്ടാവുക. അപ്പൊ ചെറിയൊരു ഗ്യാപ്പ് വരും. എന്താ വെച്ചാൽ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചില്ലാത്തതുകൊണ്ടാണ് ചെറിയ ഗ്യാപ്പ് വരുന്നത്. അതിനിടയിൽ വീട്ടിൽ വല്ല വിശേഷങ്ങളോ എൻ്റെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ അത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ബൈ. അറിയിക്കുന്നത് ഇനി ഞങ്ങളുടെ എന്താണ് തമ്മിലുള്ള അടി കൂടുതൽ അറിയിക്കുന്നതായിരിക്കും.